Good afternoon. Good afternoon, Miss. Good afternoon, Miss. Very good afternoon. കഴിഞ്ഞ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മിസ്. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? ഓക്കെ വായിച്ചല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ? CAPD, CPPD, IPD ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓരോന്നിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് CRRT ആണ് അല്ലെ? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ ഹീമോഫിൽട്രേഷൻ അല്ലെ? അത് പഠിച്ചു നമ്മള്. പിന്നെന്താണ്? ഒരു ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ അല്ലെ, വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വരണമെങ്കിൽ ഈ പറയുന്ന പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെ, അതാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചത്. അത് കണ്ടിരുന്നു. പിന്നെ കുറച്ച് സൈഡ് ഇഫക്ട്സ് അല്ലെ? സൈഡ് ഇഫക്ട് വരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? HBയുടെയും PDയുടെയും ഒക്കെ സൈഡ് ഇഫക്ട് വരെ അല്ലെ, പാർശ്വഫലങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ശരിയല്ലേ? ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മള് PDയുടെ പാർശ്വഫലങ്ങൾ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ ശരി കേട്ടാ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. കയറുന്നവരൊക്കെ പെട്ടെന്ന് അങ്ങ് കയറിക്കോട്ടെ. രമേ കയറിക്കോളൂ കേട്ടാ ക്ലാസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡയാലിസിസ് സെന്റർ ആണ്. ഡയാലിസിസ് സെന്റർ അല്ലെ? എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വൃക്ക തകരാറുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. കുറച്ച് ബോറിംഗ് ആയിരിക്കും കേട്ടോ. കുറെ കാര്യങ്ങൾ അങ്ങനത്തെയാണ്, കണ്ടന്റ് ഒക്കെ അങ്ങനത്തെയാണ്, കുറച്ച് ഡ്രൈ ആണ്, നമുക്ക് ഒരു ബോറടിയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് നീ കണ്ടോണ്ട് തന്നെ ഇരിക്കാം കേട്ടോ. മുഖമൊക്കെ ഒന്ന് കഴുകി ഇതായിട്ട് ഇരിക്കാം, ഉറക്കൊന്നും വരരുത്. ശരി, നമുക്ക് വായിക്കാം കേട്ടോ. ഡയാലിസിസ് സെന്റർ, it is a clinical establishment that treats the patients with renal failure. എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ? വൃക്ക തകരാറുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലം അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, sometimes the patients with the normal renal functions also need the hemodialysis like patients with some poisoning. അതായത് ചിലപ്പോഴെല്ലാം എന്താണ് പറയുന്നത്? സാധാരണ ഒരു നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾക്ക് വരെയും ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ചില ആളുകൾ നല്ല പോയിസൺ കഴിക്കോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് അവരുടെ ശരീരത്തിനകത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ ലൈഫിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വന്നേക്കാം. അതുവരെ അവർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല, നോർമൽ റീനൽ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള വിഷാംശോ വിഷവസ്തുക്കളോ അവരുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യം വരാറുണ്ട്? ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? The dialysis center may act either or both inpatients and outpatients. അതായത് ഈ പറയുന്ന ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഇൻപേഷ്യന്റ് ആയിട്ടോ ഔട്ട് പേഷ്യന്റ് സേവനമായിട്ടോ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഇൻപേഷ്യന്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് മാത്രമായിട്ട്, ഇതോ അല്ലെങ്കിൽ എന്താണ് രണ്ടുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നത് ഇൻപേഷ്യൻസിനായിരിക്കും. ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കിടന്നവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കാര്യം എന്താണ്?
കുറേ കൂടെ എല്ലാം അഡ്വാൻസ്ഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് പേഷ്യന്റ് സേവനമായിട്ടും എന്ത് കൊടുക്കാം, ഡയാലിസിസ് സെന്ററുകൾ സേവനങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ്, റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ ദ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ്സ് ടു ഹീമോഡയാലിസിസ്. അപ്പൊ ഈ പറയുന്ന ഡയാലിസിസ് സെന്ററുകളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, സ്വയം പരിശീലനം അല്ലെ, ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ട്രെയിനിങ് അല്ലെ, സ്വയം പരിശീലനങ്ങൾ കൊടുക്കുക, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹീമോ ഡയാലിസിസിന് പുറമെ പെരിറ്റോണിയൽ ഡയാലിസിസ് സേവനങ്ങളും നമുക്ക് ഡയാലിസിസ് സെന്റർ വഴി ലഭ്യമാണ്. ഇപ്പൊ നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, കാര്യം എന്താണ്, ആ ഒരു കത്തീറ്റർ പ്രവേശിപ്പിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഈ പറയുന്ന സാമഗ്രികള്, ഈ പറയുന്ന ഫ്ലൂയിഡുകള്, മറ്റനുബന്ധ സാമഗ്രികളൊക്കെ രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്താണ് പരാശ്രയം ഇല്ലാതെ തന്നെ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ട പരിശീലനങ്ങൾ രോഗികൾക്ക് കൊടുക്കും. ഇതൊക്കെ നമുക്ക് എന്താണ് ഡയാലിസിസ് സെന്റർ വഴി നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് മനസ്സിലാക്കി വെക്കാൻ. ഇറ്റ്സ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. വൃക്ക തകരാറുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു ഡയാലിസിസ് സെന്റർ അതിന്റെ ഒരു ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും ആക്ട് ചെയ്യാം. അതായത് ഇൻപേഷ്യന്റ് സർവീസും അവർക്ക് കൊടുക്കാൻ സാധിക്കും, ഔട്ട് പേഷ്യന്റ് സർവീസും അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല, രോഗികൾക്ക് സ്വയം ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും പിന്നെ കീമോ ഡയാലിസിസിന് പുറമെ പെരിറ്റോണിയൽ ഡയാലിസിസും നമുക്ക് അതുവഴി നൽകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. വേറെ കൂടുതലായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കി നോക്കുക ഡയാലിസിസ് സെന്റർ എന്താണ്. അടുത്ത ഭാഗമാണിത്, ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്? എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല് അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലെ. ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ഏരിയയിൽ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ റിക്വയർ ആയിട്ടുള്ളത്, അതൊക്കെയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. കാര്യം എക്സാമിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ല ചോദിക്കുന്നത്, ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് കാര്യങ്ങള് ഒരു പോയിന്റും ക്ലിയർ ചെയ്യുക, അതിനൊക്കെ ആവും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകാം. കാരണം നമുക്ക് ഒത്തിരി പോയിന്റ്സ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് എഴുതാനൊന്നും അതിനകത്ത് വരുന്നില്ലല്ലോ. അപ്പൊ ഓരോ പോയിന്റും നമ്മൾ പറയുന്നത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. ഡൗട്ട്സ് എനിക്ക് ചോദിക്കാം. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്, എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, the dialysis area should be provided with air conditioning. എന്താണ് ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഒരു ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് അവിടെ എന്ത് നൽകിയിരിക്കണം, AC നൽകിയിരിക്കണം അല്ലെ, എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ AC ലഭ്യമായിരിക്കണം ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു റൂമിനകത്ത്. മനസ്സിലായല്ലോ? അതായത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന AC പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് അതാണ് കേട്ടോ, അത് ആവശ്യമാണത്. ഒരു ഡയാലിസിസ് ഏരിയ ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനോട് കൂടി വേണം ഒരു ഡയാലിസിസ് ഏരിയ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് adequate area to permit easy movement of personnel and resuscitation equipment whenever needed. ഇവിടെ വായിക്കാണ്, each machine should be at the center of adequate area to permit the easy movement of personnel and the resuscitation equipment whenever needed. അതായത് ഒരു ഡയാലിസിസ് റൂമിനകത്ത് ഓരോ മെഷീൻസും, ഈച്ച് മെഷീനാണ്, ഓരോ മെഷീൻസും എന്താണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വേണം ഓരോ മെഷീൻസും പ്ലേസ് ചെയ്യാനായിട്ട്. എന്തിനാണ് മധ്യഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുന്നത് പറയുന്നത്? അതിനകത്ത് പറയുന്നത് ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സൺ അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട്, അവർക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും, അതോടൊപ്പം തന്നെ റീസസിറ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. എന്താണ് റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? പുനരുജ്ജീവനം അല്ലെ. പുനരുജ്ജീവന മെഷീനുകളൊക്കെ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ്, അതുപോലെ ഈ പറയുന്ന എന്താ പറയാ ജീവനക്കാർക്ക് ഈസി ആയിട്ട് കംഫർട്ട് ആയിട്ട് അവിടെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു സെന്റർ ഭാഗത്തായിട്ട് വേണം, മധ്യഭാഗത്തായിട്ട് വേണം ഓരോ മെഷീൻസും പ്ലേസ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പേഷ്യൻസിന്റെ ഈ പറഞ്ഞ ബി പി ചിലപ്പോൾ ഷുഗറുണ്ടാവാം, ബി പി കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഷിവറിങ്ങോ അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുക കുറയാ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവനം കേട്ടോ. അതായത് രോഗികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരെ പെട്ടെന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ ദൂരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് രോഗിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ജീവനക്കാർക്കും അവർക്ക് സുഗമമായിട്ട് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ റീസസിറ്റേഷൻ അഥവാ പുനരുജ്ജീവന എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വേണം ഓരോ മെഷീൻസും പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അടുത്തത് തേർഡ് പോയിന്റ് പറയുന്നത് the layout must have the facilities for safeguarding a patient's privacy. ഇവിടെ പറയാണ് the layout must have the facilities for safeguarding a patient's privacy. അതായത് ഒരു രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഡയാലിസിസ് റൂമിനകത്ത് ഉണ്ടായിരിക്കണം. ലേഔട്ട് എന്ന് പറഞ്ഞ പ്ലാൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു ഡയാലിസിസ് റൂമിന്റെ പ്ലാനിനകത്ത് എന്ത് ഉണ്ടായിരിക്കണം? ആ ഒരു രോഗിയുടെ സുരക്ഷിതത്വം അല്ല അവരുടെ സ്വകാര്യത കേട്ടോ, അവരുടെ പ്രൈവസി, സ്വകാര്യത ഉറപ്പുവരുത്തുന്ന സൗകര്യങ്ങൾ ഒരു ഡയാലിസിസ് റൂമിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് പറയുന്നത് ഐസോലേഷൻ റൂമാണ്. നമ്മൾ ഐസൊലേഷനുള്ള വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഐസൊലേഷൻ വാർഡ് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്നു അല്ലെ, അങ്ങനെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഐസൊലേഷൻ റൂമിനകത്ത് പറയുന്നത്? There should be a distinct areas for dialysis patients with the conditions that need isolation ബ്രാക്കറ്റില് desirable എന്ന് പറഞ്ഞിട്ടുണ്ട് to guarantee the safety to patients and staff in the dialysis room. അതായത് ഒരു ഡയാലിസിസ് ചെയ്യുന്ന മുറിക്കകത്ത് ഈ പറയുന്ന രോഗിയുടെയും അതുപോലെ മറ്റു ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഐസോലേഷൻ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക്, ഐസോലേഷൻ പ്രത്യേകം പറയുന്നത് ഡിസൈറബിൾ എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഐസോലേഷൻ ആവശ്യമുള്ള രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മേഖല ഇവിടെ ഉണ്ടായിരിക്കണം, ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കായിട്ടൊരു ഐസോലേഷൻ റൂം ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗിയുടെ മാത്രമല്ല, ഈ ഡയാലിസിസ് റൂമിൽ ജോലി ചെയ്യുന്ന മറ്റു ജീവനക്കാരുണ്ട് അല്ലെ, അവരുടെ സുരക്ഷയും കൂടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഐസോലേഷൻ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മേഖലകൾ അല്ലെങ്കിൽ പ്രത്യേക ഏരിയ തന്നെ ഇതിനെയാണ് നമ്മൾ ഐസോലേഷൻ റൂം എന്ന് പറയുന്നത്. അത് സജ്ജമായിരിക്കും. മനസ്സിലായി? ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഐസോലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപഴകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വലിയ ഇൻഫെക്ഷൻസ് ലഭിക്കാം, അവരുടെ കണ്ടീഷൻ മോശമാവാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെ ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. രോഗിയുടെ സുരക്ഷിതത്വം മാത്രമല്ല അവിടെ ഉറപ്പുവരുത്തുന്നത് അല്ലെ, അവര് ചികിത്സിക്കുന്ന മറ്റു ജീവനക്കാർക്കും പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു ഐസൊലേഷൻ റൂം വെറുതെ കൊടുത്താൽ മാത്രം മതിയോ? അല്ല, വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. ഇങ്ങനെ ഒരു ഐസൊലേഷൻ ഏരിയ കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? സൗജന്യമായിട്ടുള്ള ജലവിതരണം ഉണ്ടായിരിക്കണം. മനസ്സിലായത്? ഒരു ഫ്രീ വാട്ടർ സപ്ലൈ, സൗജന്യമായിട്ടുള്ള ജലവിതരണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒഴുക്കി കളയുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം. ഈ ഒരു ഐസൊലേഷൻ റൂമിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെറുതെ ഒരു റൂം ഐസൊലേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോലെ അല്ല, അവിടെ രോഗിക്ക് ആവശ്യമായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫ്രീ വാട്ടർ സപ്ലൈ അല്ലെ, ഈ പറയുന്ന സൗജന്യ ജലവിതരണം ഉണ്ടായിരിക്കണം. അത്യാവശ്യം ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് the dialysis center shall exhibit apt signage which shall be in at least 2 languages. Apt എന്ന് വെച്ചാൽ appropriate എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഒരു ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് 2 ഭാഷയിൽ, അതായത് ഏതെങ്കിലും 2 ഭാഷയിൽ എന്താണ് അനുയോജ്യമായിട്ടുള്ള സൂചനകൾ നൽകിയിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പേഷ്യന്റ് പാലിക്കേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. പേഷ്യന്റിന്റെ കൂടെ വരുന്ന അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ഇവരെല്ലാം തന്നെ കുറഞ്ഞത് 2 ഭാഷയാണ് അവർ പറയുന്നത്. മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ ഏതെങ്കിലും 2 ഭാഷയിൽ കൃത്യമായിട്ടുള്ള സൂചനകൾ ഡയാലിസിസ് സെന്ററിൽ നൽകിയിരിക്കണം. അത് അത്യാവശ്യമാണ്. കാര്യം അതിനനുസരിച്ചിട്ടാണ് വരുന്ന ആളുകൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വരുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്, ഒരു ഡയാലിസിസ് ഏരിയക്കകത്ത് എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്, ദ ഡയാലിസിസ് ഏരിയ ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് AC, എയർ കണ്ടീഷനിങ്ങോട് കൂടിയിട്ട് വേണം ഒരു ഡയാലിസിസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്. കാര്യം അവിടുത്തെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത്, ഒരു ഡയാലിസിസ് റൂമിലെ ഓരോ മെഷീനുകളും അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് തന്നെ പ്ലേസ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള ജീവനക്കാർക്കും എന്താ പറയുക ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത് അല്ലെ, നല്ല രീതിയിൽ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ രോഗിക്ക് പുനരുജ്ജീവന എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു സെന്റർ ഭാഗത്തായിട്ട് മധ്യഭാഗത്തായിട്ട് വേണം ഓരോ മെഷീൻസും പ്ലേസ് ചെയ്യുന്നത്. എന്നാലാണ് അവർക്ക് ഈസി ആയിട്ടെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, അതായത് രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന സൗകര്യങ്ങൾ ഒരു ഡയാലിസിസ് ഏരിയയുടെ പ്ലാനിൽ ഉണ്ടായിരിക്കണം. ലേഔട്ട് എന്ന് വെച്ചാൽ പ്ലാനാണ് കേട്ടോ, പ്ലാനിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് നീഡ് ഫോർ ദ ഐസൊലേഷൻ റൂമാണ്. അല്ലെങ്കിൽ ഐസൊലേഷൻ റൂം ആവശ്യമുണ്ട്. കാര്യം ഈ പറയുന്ന രോഗിയുടെയും ഡയാലിസിസ് റൂമിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മേഖലകൾ അല്ലെങ്കിൽ പ്രത്യേക ഏരിയ, അതിനെയാണ് നമ്മൾ ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അത് സജ്ജമായിരിക്കണം. ഞങ്ങളുടെ റൂം വെറുതെ കൊടുത്താൽ മാത്രം പോരാ, ആ ഒരു റൂമിനകത്ത് ഫ്രീ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് ഇതിന് 2 ഭാഷയിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഏതെങ്കിലും 2 ഭാഷയിൽ അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ചില നയങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പേഷ്യന്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ വരുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അവയെല്ലാം തന്നെ കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും സൂചനകൾ നൽകിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിച്ചത്. മനസ്സിലായല്ലോ പറഞ്ഞത്? എല്ലാവരും ഉറങ്ങുവാണോ? എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ? ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഡ്രൈ ആണ്. നമ്മൾ ചില ചാപ്റ്റേഴ്സുകളെ മാതിരി കുറെ പോയിന്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ വായിച്ച് അതിങ്ങനെ മനസ്സിലാക്കാന്ന് പറയുമ്പോൾ കുറച്ച് ഇതാണ് കേട്ടാ. പ്രത്യേകിച്ച് ഉച്ച കഴിയുമ്പോൾ അപ്പൊ നിനക്ക് കുറച്ചുകൂടെ ഉറക്കം വരും അല്ലെ. ഫ്രണ്ടാണ് കേട്ടാ ചോദിച്ചത്. ഒന്നും ചെയ്യല്ലേ. അടുത്തത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനിയാണ് നമ്മുടെ റോള് വരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരായ നമ്മുടെ റോള് വരുന്നത് എന്താണ്? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ വിലയിരുത്തേണ്ടതായിട്ടുള്ള വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും പഠിച്ചപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത്, എ പേഷ്യന്റ് and his or her representative or relative has the following rights with regard to the dialysis center. എന്താണ് ഇവിടെ വരുന്ന ഡയാലിസിസ് ആണ് കേട്ടോ. ഡിയും അയ്യൊക്കെ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെന്ന് എഴുതി ചേർത്തേക്ക്. ഡയാലിസിസ് സെന്ററിനകത്ത് വരുന്ന ഈ പറയുന്ന പേഷ്യൻസ് അല്ലെ, രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് വെച്ചാൽ അവരുടെ പ്രതിനിധികളാവാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാവാം, അവർക്ക് ചില ചെറിയ അവകാശങ്ങളുണ്ട്, കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. എന്തൊക്കെയാണ് ആ റൈറ്റ്സ്, എന്തൊക്കെ അവകാശങ്ങളാണ് അവർക്കുള്ളത്? ആ ഒരു അവകാശങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. Provide ample information about the nature, cause of illness,
പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്കലി കോംപ്ലിക്കേഷൻസ്. ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ രോഗത്തിന്റെ നേച്ചർ, അല്ലെ, നേച്ചർ ഓഫ് ദ ഡിസീസ്, അവരുടെ രോഗത്തിന്റെ നേച്ചർ എന്താണ്, പിന്നെന്താണ് കോസ് ഓഫ് ഇൽനെസ്, രോഗ കാരണം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു രോഗം വന്നത് എന്നുള്ളത്, പിന്നെ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, അവർക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദിഷ്ട പരിശോധനകള്, പരിചരണങ്ങള്, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ഒരു നിർദ്ദേശിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫലങ്ങൾ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, പിന്നെ ലൈക്കലി കോംപ്ലിക്കേഷൻസ്. ഇതുപോലെ പല പല സങ്കീർണതകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ പറഞ്ഞത് HDയുടെയും BPയുടെയും ഒക്കെ സൈഡ് ഇഫക്ട് അല്ലെ, പാർശ്വഫലങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ഏതൊരു ട്രീറ്റ്മെന്റിനും അതിൻ്റെതായ ചില പാർശ്വഫലങ്ങൾ അല്ലെ, സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അത്തരം സങ്കീർണതകളും ഇവയെല്ലാം കുറിച്ചും പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരിക്കണം. ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രോഗിക്ക് അവരുടെ രോഗത്തിന്റെ തരം, അവരുടെ രോഗകാരണം, അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ പരിശോധനകൾ, എന്തെല്ലാം കെയർ ആണ്, പരിചരണമാണ് അവർക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, ഓരോ ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫലങ്ങൾ എന്താണ്, പിന്നെ അതിന്റെ സങ്കീർണം, ഇവയെല്ലാം കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒരു രോഗിക്ക് നൽകിയിരിക്കണം. അല്ലെങ്കിൽ അത് ആ ഒരു ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്, ഒരു രോഗിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് അത് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആര് ഉറപ്പുവരുത്തണം, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ്, നൈറ്റ് എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിച്ചത്, നൈറ്റ് എന്നാണ്, നൈറ്റ് അല്ല റൈറ്റ് ആണ് കേട്ടോ, RIGHT, റൈറ്റ് അവകാശം. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ the bill, so expected cost of treatment should be discussed before the treatment. അതായത് രോഗിക്ക് ബില്ല് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ, അവർക്ക് അവരുടെ ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചികിത്സയ്ക്ക് മുമ്പായിട്ട് പ്രതീക്ഷിത ചെലവിനെ കുറിച്ച് രോഗിയുമായിട്ട് ചർച്ച ചെയ്തിരിക്കണം. അല്ല, അവർക്കറിയണം ഏകദേശം ട്രീറ്റ്മെന്റിന് എത്ര എമൗണ്ട് വരും, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആ പേഷ്യന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് മുമ്പായിട്ട് ആ ഒരു പ്രതീക്ഷിത ചെലവ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് ആ പോയിന്റ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ് കേട്ടോ. ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് തന്നെ അത് അവരെ അറിയിക്കണം. പിന്നെ പറയുന്നത് തേർഡ് പോയിന്റ് പറയുന്നത് ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ബ്രാക്കറ്റിൽ പറയുന്നത് സർജറിയാണ്, എക്സാമ്പിൾ ആയിട്ട് സർജറിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചില നിർദ്ദിഷ്ട പരിശോധനകള് അല്ലെങ്കിൽ ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗിയുടെ അറിവോടെയുള്ള ഒരു സമ്മതം ആവശ്യമാണ്, കൺസെന്റ് അല്ലെ, അവരുടെ ഒരു സമ്മതം ആവശ്യമാണ്. എക്സാമ്പിൾ പറയുന്നത് സർജറിയാണ്. നമ്മൾ സർജറിക്കൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ രോഗിയുടെ നിന്ന് കൺസെന്റ് ലെറ്റർ എഴുതി വാങ്ങും അല്ലെ, കൺസെന്റ് ലെറ്റർ എഴുതി ഒപ്പിട്ട് വാങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്, അത് പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഡോക്ടേഴ്സിന്റെ ലയബിലിറ്റി കൂടിയാണ് അല്ലെ, ആണ് ഇത്തരം കാര്യങ്ങൾ. അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പരിശോധന തുടങ്ങുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ച് സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഒരു കൺസെന്റ് ലെറ്റർ അല്ലെ, ഒരു അറിവോടെയുള്ള സമ്മതപത്രം എഴുതി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ കാര്യം ഇതിനകത്തായാലും നമ്മളിപ്പോ ഹീമോഡയാലിസിസ് ആയിക്കോട്ടെ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആയാലും ചെയ്യുന്നതിനേക്കാളും മുമ്പൊക്കെ എന്ത് ആവശ്യമാണ്, മൈനർ സർജറി നമുക്ക് ആവശ്യമാണ് അല്ലെ. ഈ പറയുന്ന കത്തീറ്റർ, ഫിസ്റ്റുല, ഗ്രാഫ്റ്റ് ഒക്കെ വെക്കണേ നമുക്കൊരു സർജറിയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിന് മുമ്പായിട്ട് കൺസെന്റ് ലെറ്റർ എഴുതി വാങ്ങിയിരിക്കണം. നാലാമത്തെ പോയിന്റ് പറയുന്നത് ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻസ് ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ being provided by the treating hospital. ഇവിടെ വായിക്കാം. To seek second opinion from a proper clinicians of patient's choice with the records and information being provided by treating hospital. അതായത് ഈ പറയുന്ന രോഗിക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ക്ലിനിഷ്യനിൽ നിന്നും, അവർ തിരഞ്ഞെടുക്കുന്ന ക്ലിനിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഡോക്ടറാണ് അല്ലെ, അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൽ നിന്നും രണ്ടാമതൊരു ഒപ്പീനിയൻ തേടുന്നതിന് അല്ലെ, രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ്, രേഖകളെല്ലാം തന്നെ ആ ഒരു ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്തിരിക്കും അല്ലെ. അതിപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ത് കാര്യത്തിലും എടുക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രോഗമൊക്കെ വരുവാണെങ്കിൽ. നമ്മളിപ്പോ ഒരു ഡോക്ടറെ പോയി കാണുന്നു, അദ്ദേഹം എന്തെങ്കിലും കാര്യം നമുക്ക് സജസ്റ്റ് ചെയ്ത് കേട്ട വഴിക്ക് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല.
അത് തന്നെ ഫോളോ ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. 2-3 ഒപ്പീനിയൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നിട്ട് അതിനനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് അവർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഡോക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിഷ്യനിൽ നിന്ന് രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവർക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടെ തന്നെ ഒരു ചികിത്സ ചെയ്യണം, വേറൊരാളുടെ അടുത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡിൽ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ റെക്കോർഡ്സും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയാ ഡോക്യുമെന്റ്സും ഒക്കെ അവർക്ക് കയ്യിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. കിട്ടല്ലോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു കീപ് ദ പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. അതായത് ചികിത്സയ്ക്കിടെ ഈ പറയുന്ന പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പേഷ്യന്റിന്റെ സ്വകാര്യത. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാത്മ്യം എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്ന. വേറൊന്നുമല്ല, ആ ഒരു പേഷ്യന്റിന്റെ സ്വകാര്യത അല്ലെ, അവരുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ആ ഒരു സ്വകാര്യത പ്രൈവസി എന്ന് പറയുന്നത് എപ്പോഴും ഉറപ്പുവരുത്തണം. ഓക്കെ. അടുത്തത് 6th പോയിന്റ്, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. എന്താണ് പറയുന്നത്? ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അതായത് HIV പോലെയുള്ള രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികളുടെ ചികിത്സയിലോ പെരുമാറ്റത്തിലോ യാതൊരു വിധത്തിലുള്ള വിവേചനവും കാണിക്കാനായിട്ട് പാടുള്ളതല്ല. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന ചിലപ്പോ HIV പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്ന അവര് HIV പേഷ്യന്റ് ആണ്, അവരെ മാറ്റി നിർത്തും, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ. അവരുടെ ചികിത്സയിലായിക്കോട്ടെ അവരോടുള്ള പെരുമാറ്റം, ചികിത്സ മാത്രമല്ലാണ്ട് അവരോടുള്ള പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വിവേചനം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അതാണ് പറയുന്നത് ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ. ഓക്കെ. ബിഹേവിയറിലും ശ്രദ്ധിക്കണം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസീസസ് ലൈക്ക് HIV. 7th പോയിന്റ് പറയുന്നത് ടു ട്രൈ ടു ഫൈൻഡ് redressal in case of the grievance based on the services provided by the establishment. എന്താണ് പറയുന്നത്? ടു ട്രൈ ടു ഫൈൻഡ് redressal in case of grievance based on the services provided by the establishment. redressal എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരിഹാരം അല്ലെ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതികൾ. അതായത് ഈ സ്ഥാപനം നൽകുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരാതികളില് പരിഹാരം കാണുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളില് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ അതിനകത്ത് പരിഹാരം കാണുവാനുള്ള ഉത്തരവാദിത്തം ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ്സ് മാത്രം ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് ആ പോയിന്റ്സ്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് രോഗിക്ക് അവരുടെ രോഗത്തിന്റെ നേച്ചർ, അതുപോലെ രോഗകാരണം എന്താണ്, എന്തെല്ലാം പരിശോധനകൾ അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ്സ് ആണ് അവർക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ആ ഒരു ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഖ്യകൾ, ഇവയെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രോഗിയുമായിട്ട് പങ്കുവച്ചിരിക്കും. രോഗിക്ക് അത് നൽകണം, അല്ലെങ്കിൽ രോഗിക്ക് അത് ലഭിക്കാനുള്ള എന്തുണ്ട്? അവകാശമുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ബില്ല് അറിയാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. അതുകൊണ്ട് ചികിത്സയ്ക്ക് മുമ്പായിട്ട് തന്നെ പ്രതീക്ഷിത ചെലവുകൾ രോഗിയുമായിട്ട് ചർച്ച ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഒരു നിർദ്ദിഷ്ട പരിശോധനകൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് മുമ്പായിട്ട് രോഗിയുടെ അറിവോടെയുള്ള ഒരു സമ്മതം ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ കൺസേൺ ലെറ്റർ എഴുതി വാങ്ങുന്നത്. പിന്നെ നാലാമത് പറഞ്ഞു പോയിന്റ് നമുക്ക് രോഗിക്ക് അവർ തിരഞ്ഞെടുത്ത ഡോക്ടറിൽ നിന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടേണ്ടിയിരുന്നത്, രണ്ടാമതൊരു അഭിപ്രായം തേടേണ്ടി വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രേഖകളും റെക്കോർഡ്സുകളും എല്ലാം തന്നെ ആ ഒരു ഹോസ്പിറ്റല് രോഗിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പറഞ്ഞു പോയത് എന്താണ്? അതായത് രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിയിരിക്കും. സുരക്ഷിതത്വം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് സ്വകാര്യതയാണ്. അവരുടെ ഒരു പ്രൈവസി എപ്പോഴും തന്നെ എന്താണ് ഉറപ്പ് നൽകണം.
പിന്നെ HIV പോലുള്ള രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സയിലോ അവരോടുള്ള പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ അവർ നൽകുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം തന്നെ പരിഹാരം കാണുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഉള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ശരി. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. ഇതാണ് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. രോഗിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അറിയേണ്ടത് പേഷ്യൻസിന് അവരുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ടോ. ഒന്നാമത്തെ പോയിന്റ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അല്ലെ, അതായത് വിവരങ്ങൾ നൽകുക. ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദയർ ഡിസീസ് അല്ലെ, അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരങ്ങളെല്ലാം തന്നെ ഡോക്ടറുമായിട്ട് പങ്കുവെക്കുക. രണ്ടാമത്തത് അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് ഈ പറയുന്ന പരിശോധനയില് പിന്നെ ഈ പറയുന്ന ചികിത്സയിലെല്ലാം തന്നെ ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെ, ഡോക്ടറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അതൊരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന ഡയാലിസിസ് അല്ലെങ്കിൽ മറ്റെന്ത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ശാരീരികമായിട്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ അതിന്റെ ഒരു മെന്റൽ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നേഴ്സിന്റെ അടുത്തോ ഒന്നും നമ്മൾ ഒരിക്കലും അത് കാണിക്കരുത് അല്ലെ. കാര്യം അവരും നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആരോഗ്യം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സയിലായിക്കോട്ടെ പരിശോധനയിലായിക്കോട്ടെ ഈ പറയുന്ന ഡോക്ടേഴ്സും മറ്റു ജീവനക്കാരുമായിട്ടൊക്കെ ഇപ്പോഴും തന്നെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഓക്കെ. അടുത്തത് അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. അബൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അബൈഡ് ബൈ ദ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഡോക്ടർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തന്നെ ഒരു രോഗി പാലിച്ചിരിക്കണം. പിന്നെന്താണ്? പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതായത് ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള പേയ്മെന്റ്സ് അല്ലെ, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ ഓൺ ടൈം ആയിട്ട് കൃത്യസമയത്ത് തന്നെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണ്? റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെയും മറ്റ് ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും നൊബിലിറ്റിയെ ബഹുമാനിക്കുക. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കുലീനത എന്നൊക്കെ പറയും അല്ലെ. ഈ പറയുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാര് അവരൊക്കെ എന്താണ്? അവരുടെ ആ ഒരു പ്രൊഫഷൻ അല്ലെ, അവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നോബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആണ് അല്ലെ. ഒരാളുടെ ജീവനെ അല്ലെ നിലനിർത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ഒരു നൊബിലിറ്റി അല്ലെ, അതിനെ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഒരു പേഷ്യന്റ് എപ്പോഴും റെസ്പെക്ട് ചെയ്തിരിക്കണം അല്ലെ. അവരോട് ഒരിക്കലും ഒരു അനാദരവ് കാണിക്കാനായിട്ട് പാടില്ല. ഇതെല്ലാം തന്നെ എന്താണ്? ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, ഏതൊരു പേഷ്യന്റിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അല്ലെ. രോഗിക്ക് അവരുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വിവരങ്ങളും ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. പരിശോധനയിലും ചികിത്സയിലും ഡോക്ടേഴ്സ് ആയിട്ട് എപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുക. അവൈഡ് ബൈ ദ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എല്ലാ നിർദ്ദേശങ്ങളും അതായത് ഡോക്ടർ ശുപാർശ ചെയ്യുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തന്നെ പാലിക്കുക. പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതായത് കൃത്യസമയത്ത് തന്നെ അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അല്ലെ, പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ഒരു കൃത്യമായിട്ട് തന്നെ അടയ്ക്കുക. റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയും നൊബിലിറ്റിയെ ഇപ്പോഴും മാനിക്കുക അല്ലെ, അതിനെ പ്രത്യേകം തന്നെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ഇതെല്ലാം തന്നെ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. അടുത്തതാണ് കേട്ടോ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തം? ആരാണ് ഡയാലിസിസ് കോർഡിനേറ്റർ? ഡയാലിസിസിന്റേതായ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ, അവിടെ നിന്ന് കൊടുക്കുന്ന രോഗി പരിചരണങ്ങളായിക്കോട്ടെ, അവയെല്ലാം തന്നെ കൃത്യമായിട്ട് ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്ന
ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ. ഓക്കെ, അദ്ദേഹത്തിന് അതിനാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരിയേറെ ടാസ്കുകൾ, ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഡോക്ടറൊക്കെ അല്ലാട്ടോ, BSc ഡിപ്ലോമ ഇൻ ഡയാലിസിസ് കോഴ്സ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഓരോ പോയിന്റ്സും കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനും എനിക്ക് പറഞ്ഞു തരാനും എനിക്ക് മനസ്സിലാക്കി തരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കാര്യം നീട്ടി വലിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ് വളരെ ഇതാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് the highest level of care to the patients by taking care of their safety, comfort and well-being. ഇവിടെ വായിക്കാണ്, make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അതായത് ഈ ഒരു രോഗിയുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവരുടെ കംഫർട്ട്, പിന്നെ അവരുടെ വെൽബീയിങ് അല്ലെ, അവരുടെ ക്ഷേമം, ഇവയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ക്ലിനിക്കൽ ടീം അവർക്ക് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതൊരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. മനസ്സിലായല്ലോ? രോഗിയുടെ സേഫ്റ്റി അല്ലെ, അവരുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവരുടെ പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യത, അവരുടെ കംഫർട്ട്, അതുപോലെ അവരുടെ ക്ഷേമം, വെൽബീയിങ്, ഇവയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം രോഗികൾക്ക് ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ടോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ. സെക്കൻഡ് പറയുന്നത്, examines and solve the problems that fall outside of the domain of the nurse, clinician, concerning patient care and management and associate with other departments and care providers. അതായത് ഈ ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ഒരു ഡയാലിസിസ് സെന്ററിനകത്ത്. അവിടെ നഴ്സുമാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്ലിനിഷ്യൻസ് ഉണ്ടായിരിക്കും, അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ആരൊക്കെയാണ്? കൺസേണിങ് പേഷ്യന്റ് കെയർ അല്ലെ, രോഗി പരിചരണം കൊടുക്കുന്ന മറ്റു പല ജീവനക്കാരുണ്ടായിരിക്കും അല്ലെ, ഈ പറയുന്ന ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് അല്ലെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റും അവരോടൊപ്പം നിൽക്കുന്നതാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അവർക്ക് വരുന്ന ചില പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വിലയിരുത്തി അവർക്കുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ കാണുക. ഇതാരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നത്, ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്, അതോടൊപ്പം തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അത് മാത്രമാണെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് അല്ലെ, അവർക്ക് അതുമൂലം വേറെ പല അസുഖങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ വേറെ പല അസുഖങ്ങളുള്ള ആളുകൾ നിലവിൽ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കൂടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും അല്ലെ, കെയർ പ്രൊവൈഡേഴ്സിന്റെ സഹായം കൂടെ അവരുടെ ഒരു പിന്തുണയും കൂടെ ആവശ്യമായിട്ട് വരും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന നഴ്സുമാര്, ഡോക്ടേഴ്സ്, മറ്റുള്ള മാനേജ്മെന്റ്, പിന്നെ ഈ പറയുന്ന മറ്റ് ജീവനക്കാര്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തി അവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണുക. അതോടൊപ്പം തന്നെ മറ്റ് കെയർ പ്രൊവൈഡേഴ്സും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം തന്നെ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? Examines and solves the problems that fall outside of the domain of the nurse, the clinician, concerning patient care and management, and associate with the other departments and care providers. Next point പറയുന്നത്, gather, access, screens and response to a wide range of requests for the information from patients and other staff who represent the different levels of the organization. അതായത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാഫിംഗ് ഉണ്ടാവും അല്ലെ,
അതിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ട്. അപ്പൊ മോള് മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടാവും, അതിന് താഴെ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, റീനൽ നഴ്സ് ഉണ്ടായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു സ്റ്റാഫിംഗ് ഉണ്ടായിരിക്കും ഇതൊരു ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഈ പറയുന്ന ഓരോ വ്യത്യസ്ത തലങ്ങളിലുള്ള ജീവനക്കാരിൽ നിന്നും അതുപോലെ തന്നെ രോഗികളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ഗ്യാദർ ചെയ്യുക, വിവരങ്ങൾ ശേഖരിക്കുക, അത് ആക്സസ് ചെയ്യുക, അതായത് ആ വിവരങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തുക, സ്ക്രീൻസ് അത് മോണിറ്റർ ചെയ്യുക, ആൻഡ് റെസ്പോൺസ് അതിനനുസരിച്ച് എന്താണ് പ്രതികരിക്കുക. ഇതെല്ലാം തന്നെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം. മനസ്സിലായോ പറഞ്ഞത്? അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരിൽ നിന്നും പേഷ്യൻസിൽ നിന്നുമുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുക, അതിനെ വിലയിരുത്തുക, അതിനെ മോണിറ്റർ ചെയ്യുക, അതിനനുസരിച്ച് പ്രതികരിക്കുക. ഇതെല്ലാം തന്നെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസസ്. നമ്മുടെ വായിക്കാണ്, helps in the development and implementation of the discharge plans, including act community services. അതായത് ആക്ട് എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ്, അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസുകൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ട സഹായങ്ങൾ നൽകുക എന്നാണ് പറഞ്ഞത്. അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകളെല്ലാം തയ്യാറാക്കുകയും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക. എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഇപ്പൊ ഡിസ്ചാർജ് ഈ പറയുന്ന ഡയാലിസിസ് രോഗികളെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനിരിക്കട്ടെ. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവരുടെ ട്രീറ്റ്മെന്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അല്ലെ? ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷെ അവർക്ക് ചില റീഹാബിലിറ്റേഷൻസ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ എന്താ പറയാ മറ്റു പല ഒരു മെന്റൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വരും, അല്ലെ? ഇതെല്ലാം തന്നെ കമ്മ്യൂണിറ്റി സർവീസ് ആണ്. ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ, ഒരു പാലിയേറ്റീവ് കെയർ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്ന സോഷ്യൽ വർക്കേഴ്സിന്റെ പിന്തുണ, അതൊക്കെ കമ്മ്യൂണിറ്റി സർവീസുകളാണ്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കാനും നടപ്പിലാക്കുന്നതിനും വേണ്ട സഹായങ്ങൾ നൽകുക. ഇപ്പൊ ഡയാലിസിസ് കഴിഞ്ഞു പോകുന്ന ഒരു പേഷ്യന്റ്, അദ്ദേഹം അത് കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം, അല്ലെ? അദ്ദേഹത്തിന് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ ഫ്രീ ആയിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു കമ്മ്യൂണിറ്റി സർവീസ് ആണ്, അല്ലെ? ആരോഗ്യം അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്താണ് അവരത് വീട്ടിലെത്തിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഇനി അടുത്ത ഷെഡ്യൂൾ പ്രകാരം വരുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാനായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ, ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുക, അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അതുപോലെ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് മെന്റലി വളരെ ഡിപ്രഷൻ, അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, അവരുടെ മെന്റൽ ഹെൽത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതൊക്കെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അത്തരം സേവനങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാൻ വേണം തയ്യാറാക്കാനായിട്ട്. വെറുതെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്താൽ വിട്ടാൽ മാത്രം പോരാ, പിന്നീടുള്ള അവരുടെ ആഫ്റ്റർ കെയറും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നടപ്പിലാക്കുന്നതിന് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്ത പറയുന്ന പോകുന്നത് അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ് through communication with the facilities verification process. ഇവിടെ പറയാണ് assist with the insurance issues required to get the outpatient dialysis services through communication with the facilities verification process. ഇത് ഔട്ട്പേഷ്യന്റ് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു രോഗി അദ്ദേഹം ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനത്തിനായിട്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കണം എന്നുള്ളത് വെരിഫൈ ചെയ്യുന്ന സമയത്ത്, വിലയിരുത്തുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? ഇത്ര വരെയുള്ള എമൗണ്ട് ഒക്കെ ചിലപ്പോൾ ഇൻഷുറൻസ് അവർക്ക് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും, അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ സഹായിക്കുക എന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനത്തിനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റി നമ്മൾ വെരിഫൈ ചെയ്യും, അല്ലെ? വെരിഫൈ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പക്ഷെ പല ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത്തരം ഇൻഷുറൻസ് സേവനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സഹായം കൊടുക്കുക, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു അസിസ്റ്റൻസ്, ഒരു ഹെൽപ്പ് അവർക്ക് കൊടുക്കുക, അത് ഡയാലിസിസ് കോർഡിനേറ്റർ
ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഇത്ര മാത്രം ഓർത്താൽ മതി. ഒരു ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിലെല്ലാം തന്നെ അവരെ സഹായിക്കുക, പേഷ്യന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ലിങ്ക് be in contact with the multidisciplinary healthcare team in a purposeful, goal-directed fashion, works eagerly to maximize the effectiveness of resource utilization. നിങ്ങളുടെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. Link be in contact with the multidisciplinary healthcare team in a purposeful, goal-directed fashion, works eagerly to maximize the effectiveness of resource utilization. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അപ്പൊ എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ MTD എന്നാണ് പറയുക കേട്ടോ. മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഫ്രം ദ ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. അതായത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഒരു ടീമാണത്, ഒരു ഗ്രൂപ്പാണത്. ഓക്കെ, അതെന്തിനാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണൽസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു രോഗിക്ക് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ച് അവർക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളും വരും അല്ലെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പല പല മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണൽസിന്റെ ഒരു കെയറും കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ടീം വർക്കോട് കൂടി പരിചരണം നടത്തുകയാണെങ്കിൽ അവർക്ക് കുറെ കൂടെ നല്ലതായിരിക്കും അല്ലെ. പേഷ്യൻസിനെ സംബന്ധിച്ച് അത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് വളരെ പർപ്പസ്ഫുള്ളി, അതായത് ഒരു വളരെ ഉദ്ദേശാധിഷ്ഠിതമായിട്ട് ഗോൾ ഡയറക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക. അവരുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിക്ക് സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ഒറ്റക്കെട്ടായിട്ട് കൂട്ടായി കൊണ്ട് പ്രവർത്തിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെന്താണ്? അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട്, അത്തരം മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് കണക്ട് ചെയ്യുക, അവരായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുക. പിന്നെന്താണ്? works eagerly to maximize the effectiveness of the resource utilization. മാത്രമല്ല അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, വളരെ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് രോഗിക്ക് നല്ലൊരു പരിചരണം കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ്? വർക്സ് ഈഗർലി, വളരെ ഈഗറായിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായ പറഞ്ഞത്? അതായത് ഈ രോഗിക്ക് ഒരു സമഗ്രമായിട്ടുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീമുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അത് മാത്രമല്ല അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും വേണം കേട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. Next point, help in establishing transportation of the patient to or from dialysis facility. അതായത് ഈ പറയുന്ന ഡയാലിസിസ് രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നതിനും പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സഹായം കൊടുക്കുക കേട്ടോ. അതായത് അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരാനും പോകാനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. അതായത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുക അല്ലെ, വിലയിരുത്തുക. അതുപോലെ തന്നെ റെക്കോർഡ്സും കാര്യങ്ങളുമല്ല, രോഗിയുടെ ഈ പറയുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. അപ്ഡേറ്റ് ചെയ്ത് എപ്പോഴും സൂക്ഷിക്കണം. എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. അടുത്ത പോയിന്റ്, പ്രിപ്പയേഴ്സ് ഫയൽസ് റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റംസ്. ഫയൽ എന്നാണ് ഫിൽ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഫയൽ സിസ്റ്റംസ് നമ്മുടെ വായിക്കാണ്. പ്രിപ്പയേഴ്സ് ഫയൽസ് റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റംസ്.
നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റും അവിടെ ചികിത്സിക്കുന്ന രോഗിയുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സുകളെല്ലാം തന്നെ അവർ എന്ത് ചെയ്ത് വെച്ചിരിക്കും, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും അല്ലെ. അതുപോലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്നും രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഡയാലിസിസ് പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഈ പറയുന്ന ഡയാലിസിസ് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, അവരുടെ ഡോക്യുമെന്റ്സ് അത് കൃത്യമായിട്ട് റിട്രീവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വീണ്ടെടുക്കുക അല്ലെ, വീണ്ടെടുക്കുക. അത് വീണ്ടെടുത്ത് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് കീപ്പ് ചെയ്യണം. മനസ്സിലായി, അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. പിന്നെ പ്രിപ്പയേഴ്സ് പറയുന്നത് എന്താണ്, തയ്യാറാക്കുക. പുതിയൊരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ അവർക്ക് എന്താണ്, പുതിയൊരു ഫയല് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് വരും അല്ലെ. എന്നിട്ട് ഇവയെല്ലാം തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം അല്ലെ, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത്രയുള്ള കാര്യം പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്നും ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, മറ്റ് രേഖകൾ അല്ലെ, ഡോക്യുമെന്റ്സ് ഇവയെല്ലാം തന്നെ വീണ്ടെടുത്ത് അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ പേഷ്യൻസ് വരികയാണെങ്കിൽ അവർക്കൊരു ഫയലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഫൈനൽ പോയിന്റ് പറയുന്നത് അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് to discuss the schedule, patient requirements, and to continue improvement efforts or reminders. ഇവിടെ വായിക്കാണ് attends daily rounds or meetings to discuss the schedule, patient requirements, and to continue improvement efforts or reminders. അതായത് ഈ പറയുന്ന ഡയാലിസിസ് കോർഡിനേറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന ഡെയിലി റൗണ്ട്സുകള്, മീറ്റിങ്ങുകൾ ഇതെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡിസ്കസ് ദ ഷെഡ്യൂൾ അല്ലെ. ഈ പറയുന്ന രോഗിക്ക് ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡയാലിസിസ് ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഇത്ര പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ ട്വൈസോ ഒക്കെ ചെയ്യേണ്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഷെഡ്യൂളിനെ പറ്റി ചർച്ച ചെയ്യുന്നതിനും അതുപോലെ പേഷ്യന്റ് റിക്വയർമെന്റ്സ്, രോഗിയുടെ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യകതകളൊക്കെ അറിയുന്നതിനും, പിന്നെന്താണ്, ആൻഡ് കണ്ടിന്യൂ ദി ഇംപ്രൂവ്മെന്റ് എഫേർട്സ്. ഇനി അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം എഫേർട്സുകൾ, എന്തെല്ലാം പ്രയത്നങ്ങൾ ഇനി നമ്മൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ്, അതായത് ഓർമ്മപ്പെടുത്തുന്നത്, ഉദ്ദേശിക്കുന്നത് രോഗിയെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള, റിമൈൻഡ് ചെയ്യേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് അല്ലെ. അവർക്ക് ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഒത്തിരിയേറെ നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം അവരെന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സുകളും രോഗിയുമായിട്ടുള്ള ഡെയിലി റൗണ്ട്സുകളും മീറ്റിംഗ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇതെല്ലാം തന്നെ ആരുടെ ഡ്യൂട്ടീസ് ആണ്, ഈ പറയുന്ന ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടത് ഒന്നുകൂടെ പറയാണ്, ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ഡയാലിസിസിന്റെ എല്ലാ ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന, നല്ല പ്രോപ്പർ ഫംഗ്ഷനിങ്ങിൽ അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ആ ഒരു രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ ഒരു കംഫർട്ട്, അവരുടെ ക്ഷേമം ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട്, അവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ക്ലിനിക്കൽ ടീം അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ രോഗിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട നഴ്സുമാര്, അതുപോലെ ഡോക്ടേഴ്സ്, മറ്റ് ജീവനക്കാര്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വിലയിരുത്തി അവയ്ക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ നല്ലൊരു പരിചരണത്തിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ ഈ പറയുന്ന ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരിൽ നിന്നും പേഷ്യന്റിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് വിലയിരുത്തി അവയ്ക്കനുസരിച്ച് കൃത്യമായുള്ള പ്രതികരണങ്ങൾക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുന്നതിന് വേണ്ട സഹായങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, ഡയാലിസിസ്, ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. രോഗികളുടെ ഇൻഷുറൻസ്, അതുമായിട്ട് ഇൻഷുറൻസ് കാര്യങ്ങളില് അതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പറയുന്ന സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക.
പിന്നെ നമ്മൾ പറഞ്ഞത് രോഗിക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനും വരുന്നതിനും പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അല്ലെ, ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ട സഹായങ്ങൾ നൽകുക, രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും വിലയിരുത്തിക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഡയാലിസിസ് രോഗികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഡോക്യുമെന്റുകളൊക്കെ വീണ്ടെടുത്ത് കൃത്യമായിട്ട് പരിപാലിക്കുകയും പുതിയ രോഗികൾക്ക് വേണ്ടതായിട്ടുള്ള ഫയലുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്യുക. പിന്നെ എന്താ പറയാ, രോഗിയുടെ ഷെഡ്യൂൾ അല്ലെ, അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നതിനും രോഗിയുടെ ആവശ്യകതകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എന്തെല്ലാം ഇംപ്രൂവ്മെന്റ് എഫേർട്സുകൾ എടുക്കണം, അവരെ ഓർമ്മപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സുകൾ മീറ്റിംഗ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണോ? കുറച്ചുപേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും മുമ്പേക്ക്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. നമ്മള് ഒരു ഡയാലിസിസ് സർവീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സിനാണ് തുടങ്ങിയത്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒരു ഡയാലിസിസ് സർവീസിന്. പിന്നെ നമ്മൾ കണ്ടു രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. എന്താണ് ശ്രീലക്ഷ്മി? കമ്മ്യൂണിറ്റി സർവീസസ് അല്ലെ? ഓക്കെ, പറയൂ. എത്രാമത്തെ പോയിന്റ് ആയിരുന്നു അത്? ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് and implementation of the discharge plans, including apt community services. അതായത് ആപ്റ്റ് എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് കേട്ടോ, അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇതിന് കൃത്യമായിട്ട് മലയാളം പറയുന്നത്? നമ്മളിപ്പോ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ വിചാരിക്കുക. ഇപ്പൊ ഡയാലിസിസ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവരെ ഡിസ്ചാർജ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞേക്കാന്ന് വിചാരിക്കാം. പക്ഷെ ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഈ ആ രോഗി വീട്ടിലെത്തുമ്പോൾ അവർക്ക് അവരുടേതായ കുറെ എന്താ പറയുക ഹെൽത്ത് മാനേജ്മെന്റും മറ്റും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൂടെ കൊടുക്കുക. കമ്മ്യൂണിറ്റി സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് ഒരു പേഷ്യന്റ് പോകുന്നതെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കി കൊടുക്കുക. അതൊരു കമ്മ്യൂണിറ്റി സേവനമാണ്. അവർക്ക് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്ത് അവരെ വീട്ടിലെത്തിക്കുക, അതൊരു കമ്മ്യൂണിറ്റി സേവനമാണ്. ഇനി അവർക്ക് വല്ല റീഹാബിലിറ്റേഷൻ ആവശ്യമുണ്ട്, ഒരു പുനരധിവാസം ആവശ്യമാണെങ്കിൽ അതും ഒരു അവർക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുക. അപ്പൊ അതൊക്കെയാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡിസ്ചാർജ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ അവസാനിക്കുന്നില്ല. അവർക്ക് കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൂടെ ലഭ്യമാകുന്ന രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാൻസുകൾ വേണം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരേണ്ടത് helps in the development and implementation of the discharge plans, including apt community services. അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന തരത്തിൽ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അവർക്ക് ഇവിടെ മാത്രം ഉപകരിച്ചാൽ പോരാ, അവർക്ക് പോകുമ്പോഴും തിരിച്ചവർ വീട്ടിലോട്ട് പോകുമ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് കൊടുത്തുകൊണ്ട് അവരെ കുറെ കൂടെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യും അല്ലെ, അവരെ കുറെ കൂടെ സപ്പോർട്ട് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം അവര് പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായങ്ങളൊക്കെ ആര് നൽകണം? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ നൽകണം. മനസ്സിലായില്ല? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചതൊന്നും മറന്നു പോകരുത്. നമ്മൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഡയാലിസിസ് കൊടുക്കുന്നത്. ഒന്ന് IRF കേട്ടോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ, അത് തന്നെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി ESKD മറക്കരുത് കേട്ടോ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അതായത് ക്രോണിക് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻസ് ലോസ്റ്റ് ആവുന്ന സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ കിഡ്നിയുടെ കുറച്ച് ഫംഗ്ഷൻസ് പഠിച്ചു. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കണ്ടത് രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഹീമോ ഡയാലിസിസ്, മറ്റൊരു പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മൈനർ സർജറി ഒക്കെ നമ്മൾ ചെയ്യും. അതിന് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നാണ് പറയാ. വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് കണ്ടു, ഫിസ്റ്റുല കണ്ടു, ഗ്രാഫ്റ്റ് കണ്ടു, കത്തീറ്റർ കണ്ടു. ഓരോന്നിനും അതിൻ്റെതായ കുറെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ, അത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ് കണ്ടു.
കണ്ടു. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് മറ്റേ കത്തീറ്റർ പ്രവേശിപ്പിച്ച് അതിലൂടെ ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. കുറെ കൂടെ വളരെ നല്ലതുമാണത് അല്ലെ. കാര്യം രോഗിക്ക് ഒരു പരാശ്രയം ഇല്ലാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് നമ്മൾ കണ്ടു. CAPD, CCPD, IPD എന്നൊക്കെ പറഞ്ഞ് കണ്ടു. പിന്നെ 2 ഡയാലിസിസുകളുടെയും പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ കുറെ ഉത്തരവാദിത്തങ്ങളാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം, ഒരു പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കണ്ടത് കേട്ടോ. അപ്പൊ ഇനി മൺഡേ വരുമ്പോ ഞാൻ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. ഫാർമസി ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. ഫാർമസി എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഉറക്കം വരുന്നില്ല? എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരില്ല നിങ്ങൾക്ക്? ബോറടിക്കുന്നില്ല? കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? കുറച്ച് ട്രൈ ആണ് ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേട്ട് മനസ്സിലാക്കാറുണ്ട് അല്ലെ. സാരില്ല, നമ്മൾ എന്തായാലും കോഴ്സ് എടുത്തു പോയത്, നമുക്ക് ഇതൊന്നും പഠിക്കാണ്ട് പറ്റില്ല. ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. എന്തെങ്കിലും ഗുണമൊക്കെ ഉണ്ടോ? ശരി, അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അവധിയൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ പോർഷൻസ് ഒക്കെ നോക്കണം കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്തു പോകണം. നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളും കൂടെ കഴിയുമ്പോൾ എക്സാം വരും കേട്ടോ. എക്സാം വരുമ്പോ ഞാൻ പഠിപ്പിക്കുന്ന മാത്രമല്ല, ഒത്തിരി വേറെ കുറെ ഇതുണ്ടല്ലോ നിങ്ങൾക്ക്. വേറെ ഒത്തിരി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം കേട്ടോ. അവസാനം എല്ലാം കൂടെ വർദ്ധനാവരുത്, ബുദ്ധിമുട്ടൊന്നും വരരുത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്, എനിക്കറിയാം. വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും, പല പല സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അതിന്റെ സമയം കണ്ടെത്തണം കേട്ടോ. എന്നിട്ട് ചെയ്യണം. മിസ്സായ ക്ലാസ് ഒക്കെ റെക്കോർഡില് കാണും കേട്ടോ. അപ്പൊ ശരി, എന്നാ നമുക്ക് എന്നാ മൺഡേ കാണാം. എന്താണ് സൗമ്യ? 2 days ക്ലാസ് മിസ്സായതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. 2 ക്ലാസ് മിസ്സായിപ്പോയി. കുഴപ്പമില്ല കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കാണണേ. റെക്കോർഡഡ് ക്ലാസ് കാണാം. നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഡെയിലി ഒന്നും ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. കൂടുതൽ എനിക്ക് തോന്നുന്നു ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് തോന്നുന്നത് അല്ലെ. ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കാനൊക്കെ ആയിട്ട്. സാരമില്ല, ഒക്കെ ശരിയാവും കേട്ടോ. അപ്പൊ ശരി, നമുക്കെന്നാ തിങ്കളാഴ്ച കാണാം. നമ്മുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും കേട്ടോ തുടങ്ങുന്നത്. അപ്പൊ ശരി, ഓക്കെ എന്നാ. താങ്ക് യു.